ഇവിടെ പലരും ചെക്ക് ചെയ്യാതെ പോകുന്ന ഒരു സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാല് ഈ വിറ്റമിൻ ഡി ബ്ലഡ് ഇടയ്ക്കൊന്ന് പോയി ചെക്ക് ചെയ്യുക, വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന്. പ്രത്യേകിച്ച് ഒരു 10-30 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ ഇത് കുറേയൊന്നും നമ്മൾ അറിയത്തില്ല. അറിയാതായ എന്താണെന്ന് വെച്ചാൽ മടിയും ക്ഷീണവും ഒരു അലസതയും, പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ മാനസിക പ്രശ്നങ്ങൾ, അതായത് ഡിപ്രഷൻ പോലത്തെ സാധനങ്ങൾ, ആങ്സൈറ്റി കൂടുക, ഇങ്ങനെ പലതും സംഭവിക്കും. നമ്മൾ അറിയത്തൊന്നുമില്ല. നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒരു ബിസിനസ് പൊട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഭാര്യ ഉപേക്ഷിച്ച് പോയില്ല, ആരും മരിച്ചില്ല എന്നതുകൊണ്ടൊക്കെ പ്രത്യേകിച്ചൊരു ടെൻഷൻ ഇല്ല, അല്ലെങ്കിൽ ആ ഒരു സങ്കടം വരത്തില്ല. അങ്ങനെയൊന്നും കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒട്ടും അറിയാൻ പറ്റത്തില്ല. അതേസമയം അങ്ങനെയൊക്കെ ഉണ്ടായാൽ ചിലപ്പോൾ ഓവറായിട്ട് റിയാക്ട് ചെയ്യും. പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ ഓവർ തിങ്കിങ് ചെയ്യും. ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയോ. നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ ഇതുവരെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു എന്താ പറയണ്ടേ മാനസിക സമ്മർദ്ദം നേരിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് അറിയത്തൊന്നുമില്ലെന്നേ. നമ്മൾ ഇച്ചിരി ഒതുങ്ങിപ്പോവും. ആരോടും അങ്ങനെ സംസാരിക്കാൻ നിൽക്കത്തില്ല, അധികം കമ്പനിയൊന്നും അടിക്കാൻ നിൽക്കത്തില്ല. പിന്നെ ചിലപ്പോൾ കല്യാണത്തിന് വിളിച്ചാൽ പോയില്ലെന്നൊക്കെ വരും. ഞാൻ പണ്ടേ കല്യാണത്തിനൊന്നും പോകാറില്ല, എന്നാ പറയുക. ചില പാർട്ടിയൊക്കെ വന്നാൽ നമ്മൾ അതൊന്നും അറ്റൻഡ് ചെയ്യത്തില്ല. സാധാരണ ഈ പാർട്ടീസിനൊക്കെ പോകുന്ന എന്ത് പാർട്ടി ആണെങ്കിലും കൊള്ളാതെ ഏത് അങ്ങനത്തെ പാർട്ടി ആണെങ്കിലും പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നും. പക്ഷെ അങ്ങനെ മടിയാവും. ഇങ്ങനെയൊക്കെ എന്തിന് വേറെ പണിയൊന്നുമില്ല, ഇവിടെ ആയിരിക്കാം, വീട്ടിലൊക്കെ തന്നെ ഇരുന്ന് കളയും. അപ്പൊ അങ്ങനെ ആയി കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണുന്നത് നമ്മൾ ഒരു പരിപാടിക്കും പോകാത്ത ഒരാള് ഏതാണ്ട് ഒതുങ്ങി വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്നാലും ഒരു സുഖമില്ലെന്നുള്ള പോലെ. അതൊരു കാര്യം. പിന്നെ ആങ്സൈറ്റിയും കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ എല്ലിന്റെ ബലം കുറയും. എല്ലിനൊക്കെ വളരെ മോശമാണ്. ഇത് കാൽസ്യം ഒന്നും അബ്സോർബ് ചെയ്യത്തില്ല ഈ വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണം. അപ്പൊ നമ്മൾ ചെന്ന് ചെക്ക് ചെയ്യുമ്പോൾ 30ക്ക് താഴെയാണെങ്കിൽ ഡെഫിഷ്യൻസി ആണ്. എനിക്കത് 8 ആയിരുന്നു. എന്റെ പല കൂട്ടുകാർക്ക് ഇതുപോലെ വന്നിട്ട് ചില ആൾക്കാർക്ക് സൂയിസൈഡ് ടെൻഡൻസി വരെ ഉണ്ടായെന്നാ പറയുന്നത്. അതെല്ലാവർക്കും ഇല്ല, അങ്ങനെ എല്ലാവർക്കും എല്ലാം പറഞ്ഞതല്ല. എനിക്കിതൊന്നും വന്നില്ല. പിന്നെ ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ ചെറിയ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഭയങ്കര വഴക്കുണ്ടാകുക. വഴക്കല്ല പറയുന്നത്, ദേഷ്യം കൂടുന്നു, അല്ലെങ്കിൽ നമുക്കങ്ങ് സങ്കടം വരുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ. ഇതൊക്കെ ഇങ്ങനെ ചെയ്യാവൂ, അതേപോലെ വലിയ സാധനമൊന്നും അല്ല, ഇതൊക്കെ ചെറിയ കാര്യമേ ഉള്ളൂ. അതൊന്നും അങ്ങനെ ഉണ്ടായിട്ടുള്ളതും അല്ല. പക്ഷെ ഇതെന്താ കാര്യം നമുക്ക് പിടിയെടുത്തില്ല. ഇതെന്താ ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കുന്ന വരുന്നു, അതിന് ആവശ്യമില്ലല്ലോ എന്നും തോന്നും. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ വീണ്ടും അത് സീരിയസ് ആയിട്ട് എടുക്കും. അപ്പൊ അങ്ങനെ ഈ എന്താ പറയാ, അതുകൊണ്ട് സംഭവം ഉറപ്പായിട്ടും ചെക്ക് ചെയ്യണം. ഇത് ശാരീരികവും മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന സാധനം. പിന്നെ ചെക്ക് ചെയ്യേണ്ടതാണ് ഈ ഡയബറ്റിസ്, കൊളസ്ട്രോള്, ഹൈപ്പർ ടെൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പാരമ്പര്യമായിട്ട് ഹാർട്ട് ഡിസീസ്, എന്ത് അസുഖം ഉണ്ടെങ്കിലും നിങ്ങൾ നോക്കിയോ. പാരമ്പര്യമായിട്ട് വരാൻ ചാൻസ് ഉള്ള മിക്ക അസുഖങ്ങളും ഒരു 30 വയസ്സ് മുതൽ ചെക്കപ്പ് നടത്തിയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എങ്കിൽ അത് മരുന്ന് കഴിച്ച് തുടങ്ങുക. അല്ലാതെ ഇവന്മാർ ഈ പറയുന്ന ഒരു അസുഖം വന്ന് ഇപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു, എനിക്കൊരു അറ്റാക്ക് വന്നു, ഞാൻ അഡ്മിറ്റ് ആകുമ്പോൾ അവിടെ ചോദിക്കുന്നത് ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ എന്ന് ചോദിക്കും. ഫാമിലി ഹിസ്റ്ററി ഉണ്ടല്ലോ, അത് അപ്പം ചോദിക്കുന്ന കാര്യമല്ലല്ലോ. നമുക്ക് നേരത്തെ എന്തുകൊണ്ടാണ് ഈ അമ്മ അല്ല അപ്പൻ ആരെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും വന്നു പോയാൽ അന്നേ ഈ ഡോക്ടർ ഈ മകനെയോ മകളെയോ അറിയിക്കുന്നില്ല? അന്നേ പറയണ്ടേ ഇത്ര വയസ്സ് തൊട്ട് നിങ്ങൾ ചെക്കപ്പ് ചെയ്യണം, നിങ്ങൾക്ക് ഇത് വരും. അല്ലാതെ വന്നു കഴിയുമ്പോൾ ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അതിന് മുന്നേ തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്കിത് ചോദിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കിയെടുത്തതിന് ശേഷം ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ, ഒരു അറ്റാക്ക് ഒഴിവായി കിട്ടിയാൽ ഒരുപാട് പൈസ ഒറ്റയടിക്ക് നഷ്ടപ്പെടത്തില്ല. അതുമല്ല 2 മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം ജീവിതകാലം മുഴുവനും ഒരു 5 മരുന്ന് കഴിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായി? ഈ അറ്റാക്ക് വരാതിരുന്നാൽ തന്നെ എന്തൊരു സമാധാനം. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ 1 വർഷമൊക്കെ അങ്ങ് പോകും നമ്മുടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 വർഷമൊന്നും പോകത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാൽ 1 വർഷം അത്രയ്ക്ക് അങ്ങോട്ട് ഹാപ്പിനെസ് ഉണ്ടാകത്തില്ല. ചെറിയൊരു റെസ്ട്രിക്ഷൻസ് ആൻഡ് പേടി ഇതൊക്കെ ഉണ്ടാവും. നമുക്ക് ഓടാനും കാണാൻ എന്താണെന്ന് വരത്തില്ല. പിന്നെ നമ്മുടെ പല പരിപാടികളും നടക്കാതായി പോകും. അതിനേക്ക് നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇത് വരുന്ന ഏജ് ഇത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്കും ആകത്തില്ല, ഒരു പഴമാകത്തില്ല. അതുപോലെ ഷുഗർ പോലത്തെ സാധനങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതിന് ഡയറ്റൊക്കെ നേരത്തെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സസൈസ് കൂടെ സെറ്റ് ആക്കി ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കി എടുത്താൽ ഇതൊന്നും ഒരിക്കലും ബാധിക്കത്തില്ലെന്നേ. ഇത് കാരണം ഉണ്ടാകുന്ന ബാക്കി മറ്റ് അവയവങ്ങൾക്കുള്ള വെയർ ആൻഡ് ടെയർ, അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന ഡാമേജ് ഇതുകൂടി ഇല്ലാണ്ടായാലൊന്ന് ഓർത്ത് വയ്ക്കും. ഇത് പലരും ആരും ചെക്ക് ചെയ്ത്, നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ചെക്ക് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെന്ന് അറിയുന്നത് എന്തോ പോലെയാണ്. അങ്ങനെ ഉണ്ടെന്ന് അറിയുന്നതിന് സന്തോഷിക്കുകയോ ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും നമ്മൾ ചെക്ക് ചെയ്യാതിരുന്നിട്ട് അതില്ലാത്ത പോലെ ജീവിക്കുന്നതിന് നല്ലത് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഉള്ളതുപോലെ മരുന്ന് കഴിച്ച് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിൽക്കുന്നതായിരിക്കും. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അല്ലാതെ എന്താ അസുഖമാണെങ്കിലും എന്താ വന്നത് വന്നു, പിന്നെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? അത് വെച്ചോണ്ടിരുന്ന് ചികിത്സ കിട്ടാതെ വലിയ അലമ്പൈക്ക് എന്താണേലും ഒരു പരിധി കഴിഞ്ഞ് ചികിത്സിച്ചേ പറ്റത്തുള്ളൂ. ആരും വിചാരിക്കുന്നത് നിൽക്കത്തൊന്നുമില്ല. പലതും നല്ല വേദനയും നല്ല തളർച്ചയും നല്ല ക്ഷീണവും നല്ല ബുദ്ധിമുട്ടുകളും ഒക്കെ കൂടെ ആയിക്കഴിഞ്ഞാൽ വേദന വന്നാലാണ് കോമഡി ആകാൻ പോകുന്നത്. എടുത്തിട്ട് ചികിത്സിച്ചോളൂ, എന്ത് മരുന്ന് വേണമെങ്കിലും കഴിച്ചോളൂ. പിന്നെ എന്തിനാ ഇത്? അഥവാ അതിന് മുമ്പേ തന്നെ ചെക്കപ്പ് പരിപാടികൾ ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ അത്രയും വേദന എടുക്കത്തില്ല, ഒരുപാട് പൈസ ചെലവാകത്തില്ല, ആവശ്യമില്ലാത്ത സമയം പോകത്തില്ല, കോൺഫിഡൻസ് നഷ്ടപ്പെടത്തില്ല, അല്ല ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും പറ്റും. ഇതൊക്കെയാ ചെയ്യേണ്ടത്. ഇവിടെ ഉള്ളവർ ഇത് പഠിപ്പിക്കുന്നില്ലെന്നേ. സ്കൂൾ തൊട്ട് നല്ലൊരു രീതിയിൽ ഈ കാര്യങ്ങൾ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വക കാര്യങ്ങൾ, ഹെൽത്ത്, ഹൗ ടു മെയിൻറ്റെയിൻ എ ഗുഡ് ഹെൽത്ത് ആൻഡ് ഹൗ ടു മാനേജ്
മാനേജബിൾ ഡിസീസസ് എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ ഒന്ന് പഠിപ്പിക്കണം കുഞ്ഞിലെ തന്നെ. ഇതൊന്നും ആർക്കും അറിയത്തില്ല. ഒരിടത്തും ഒരു ബോധവൽക്കരണം കൊള്ളാതില്ല. ഇവിടെ എല്ലാവരും പറയുന്നത് എന്താ, മയക്കുമരുന്നെതിരെ ഭയങ്കര ക്യാമ്പയിനാണ്. മയക്കുമരുന്ന് നടക്കുക. ഈ മയക്കുമരുന്ന് ഇരിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷെ ഡയബറ്റീസ് പിടിച്ച് ആജീവനാന്തകാലം രോഗികളായി ജീവിക്കുക, അല്ല അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടി ബ്ലോക്ക് ഉണ്ടാകുക, അതുമല്ലെങ്കിൽ പ്രഷർ കൂടി സ്ട്രോക്ക് അടിക്കുക, ഇനി ഈ പറഞ്ഞ പോലത്തെ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി, ഇപ്പൊ മാൽന്യൂട്രീഷൻ എന്താണ്, അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നാൽ തന്നെ ഉണ്ടല്ലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡിക്ക് എക്സസൈസ് അതൊക്കെ റുട്ടീനായിട്ട് ചെയ്യാൻ പഠിക്കുക, അതിന് ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചിടും. പിന്നെ അതുപോലെ മെന്റൽ ഹെൽത്ത്, അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യുന്നതും അതിനനുസരിച്ച് മനുഷ്യരോട് ഇടപെടുന്നതും പേഷ്യൻസ് ഡെവലപ്പ് ചെയ്യുന്നതും, ഒന്ന് ക്യൂ നിൽക്കാൻ പഠിക്കുന്നു, മര്യാദയ്ക്ക് റോഡിൽ കൂടെ വണ്ടി ഓടിച്ചിട്ട് ഒരുത്തം വളയ്ക്കുന്ന കണ്ട ഉടനെ സ്പീഡ് കൂട്ടി അവന്റെ അപ്പുറത്തോടെ ചാടി ഇപ്പുറത്തോടെ പറമ്പിൽ കൂടെ ആണല്ലോ ഓവർടേക്ക് ആയിരിക്കാനുള്ള കാര്യങ്ങൾ, വണ്ടി തിരിക്കുന്നുണ്ടോ നിർത്തിയിടുക, അയാൾ പോയിട്ട് പോകാനുള്ള ഒരു മനസ്സുണ്ടാക്കുക. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ നാട് നന്നാവുന്നേ, ഈ നാട് നന്നാവും. അതിനുവേണ്ടി ആളും അത്രയും പ്രശ്നങ്ങളൊന്നും മലയാളികൾക്ക് ഇല്ല. വളരെ ബെറ്ററാ ശരിക്കും. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളോട് അറിയുന്നില്ല. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിവില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ് പലർക്കും. പലതും അറിയത്തില്ല. നമ്മളിപ്പോ ഇവിടെ തള്ളി കയറി ചെന്നൊരു ബ്ലോക്ക് ഉണ്ടായാൽ അയാൾ വിചാരം അയാളങ്ങ് തള്ളി ചെന്നങ്ങ് ഒരാളങ്ങ് ഭയങ്കര സ്റ്റാർ ആയാലും അവരൊരു എന്താണ് ഒരു വിന്നറെ പോലെ എന്തോ കോമ്പറ്റീഷൻ പങ്കെടുത്തിട്ട് റോഡിലൊക്കെ കോമ്പീറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ പോകുമ്പോൾ പുറയിലുണ്ടാകുന്നവരുടെ മുഴുവൻ നഷ്ടവും ബാധിക്കും ഇയാളെ എന്ന് അയാൾക്ക് മനസ്സിലാകുന്നില്ല. എന്നെ ബാധിക്കും. ഞാനിവിടെ കയറുന്ന ഒരു സാധനം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ അങ്ങ് പോകായിരിക്കും. പക്ഷേ തൊട്ട് പുറകെ വരുന്നവരെല്ലാം ബാധിക്കപ്പെടുന്നത് ഞാൻ ബാധിക്കപ്പെടുന്നത് തമ്മിൽ എന്താ വ്യത്യാസം? കളക്റ്റീവ്ലി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും നഷ്ടം ഒരുപോലെ. ഞാൻ ഉണ്ടാക്കുന്ന നഷ്ടം എനിക്ക് ഡയറക്ട്ലി അപ്പം ഇല്ലെങ്കിലും അന്നില്ലെങ്കിലും ഇതേപോലെയാണ് എല്ലാവരും ബിഹേവ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ ഈ കിടക്കുന്ന പല ബ്ലോക്കുകളിൽ എന്നെ പോലെ തന്നെ ഒരാൾ അപ്പുറത്ത് മുന്നിൽ പോയി ഇതേപോലെ ഉണ്ടാക്കി എടുത്ത് കാണും എന്നുള്ളൊരു ബോധം ഉണ്ടായാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇത് നമുക്ക് എല്ലാവർക്കും ഈ പരിപാടി കൊണ്ടൊരു നഷ്ടമാണ്, ഈ സ്വഭാവം കൊണ്ടൊരു നഷ്ടമാണ്, ഈ ധൃതി കൊണ്ടൊരു നഷ്ടമാണ്, ഈ സമാധാനം ഇല്ലായ്മ ഒരു നഷ്ടമാണ്, ഈ സന്തോഷം ഇല്ലായ്മ ഒരു നഷ്ടമാണ്. എന്റെ സന്തോഷം ഇല്ലായ്മ പലപ്പോഴും പലർക്കും ബാധിച്ച് കാണത്തില്ലേ? അല്ലെങ്കിൽ എന്റെ ഒരു അൺകംഫർട്ടബിലിറ്റി എന്തും ആയിക്കോട്ടെ, അത് എന്താ പറയാ എപ്പോഴൊക്കെയോ ആരെയൊക്കെയോ ബാധിച്ച് കാണത്തില്ലേ? ഉറപ്പായിട്ടും. അപ്പൊ ഇതിനെല്ലാം എല്ലാവരോടും ക്ലിയർ ചെയ്തൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തൊരു ഭംഗിയായിരിക്കും. ഒരു പരിധി വരെ ഞാൻ ഒരു കാര്യം പറയാം. ഹോൺ അടിക്കാതെയാണ് ഇത്രയും നാളും ഞാൻ വണ്ടി ഓടിച്ചിട്ടുള്ളത്. ഒരുപാട് പ്രാവശ്യം ഹോൺ അടിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ കയറി വരും ചിലപ്പോൾ, അവര് അറിയാതെ വരുന്നതാണെന്നും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാ, അവർക്ക് വണ്ടി തട്ടായിരിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരുക്കി എന്റെ സാധനം കൊടുക്കും. അല്ലാതെ ഹോണടിയോട് ഹോണടി, എന്ത് കണ്ടാലും ഹോണടി. ഇപ്പൊ സിഗ്നൽ റെഡായി കിടക്കുവാണ്, പച്ച കത്തി ഉടനെ ഹോൺ അടിക്കുമെന്ന്. ഇതെന്താ എല്ലാവരും അവിടെ പോകാൻ കിടക്കും, അവന് മാത്രം പോകാൻ നിൽക്കുന്നവനായിട്ടുള്ളൂ. അത് അയാളുടെ ആ ഒരു എന്താ പറയാ ആ ഒരു മാനസികാവസ്ഥയാണ്. പക്ഷെ എന്നാലും ഹോൺ അടിക്കാതിരിക്കാൻ നോക്കും. ഞാൻ ഹോൺ അടിക്കാറില്ല. ഹോൺ അടിക്കാതെ എങ്ങനെ ഇത്ര നാൾ വണ്ടി ഓടിച്ചെന്നൊക്കെ ആൾക്കാർ വിചാരിക്കുമായിരിക്കും. പക്ഷെ ഞാൻ അടിക്കത്തില്ല. എന്നോട് അപ്പോ ഹോൺ അടിക്കാതെ ഇത്രയും ദൂരമൊക്കെ സഞ്ചരിച്ച് എവിടെല്ലാം പോയി, എവിടെ വേണേ പോവാം. ഏത് ലോകത്തിന്റെ ഏത് മൂലയ്ക്ക് വേണേലും ഹോൺ അടിക്കാൻ പറ്റും. ഇവിടെ മാത്രമേ ഹോൺ അടിയുള്ളൂ, പുറത്തോട്ട് ഹോൺ അടിക്കാനേ പറ്റത്തില്ല. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച്, ഹോൺ അടിക്കാതെ ഒരാൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു, എന്നിട്ട് ഇവിടെ ഉള്ള ഒരു ഹോൺ അടിച്ചുകൊണ്ടേയിരിക്കുന്നു. ബസ്സുകാരൊക്കെ ചുമ്മാ കിക്കി ഹോൺ അടിക്കുന്നുണ്ട്. എന്തിനാണെന്ന് അറിയത്തില്ല. അവർക്ക് തന്നെ അറിയത്തില്ല അവരെന്നെ ഹോൺ അടിക്കുന്നത്. അവർക്ക് തന്നെ കുറച്ചുകൂടി വിസിബിൾ ആണല്ലോ. ആ ഹൈറ്റിൽ ഇരുന്നുകൊണ്ട് മുന്നിൽ നടക്കുന്ന മുഴുവൻ കാര്യം അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് ഒരു കിക്കി വെറുതെ അങ്ങ് അടിക്കുക. ഇതൊരു പൊല്യൂഷനാണ്. ഈ സൗണ്ട് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മളെ ബാധിക്കുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ് ഈ നാട്ടിൽ. അത് മനസ്സിലാവുന്നില്ല. അതിനെപ്പറ്റി ചിന്തിക്കാനോ അതിനെപ്പറ്റി അറിവോ ഇല്ല. ഇതെന്താണ്? അങ്ങനെ നമുക്ക് സ്ട്രെസ് ഉണ്ടാവും. ഈ റോഡ് ഇറങ്ങിയാൽ ഉണ്ടാക്കുന്ന സ്ട്രെസ് ഭയങ്കര ഹൈയാ. ആൾക്കാരുടെ ചുമ്മാ തോന്നിയ പോലുള്ള ഓടിക്കലും, ആവശ്യമുള്ളതിന് ഇല്ലാത്തതിന് എല്ലാം ഉള്ള ഹോൺ അടിയും. ആവശ്യമുള്ളതിന് ഹോൺ അടിച്ചാൽ ശ്രദ്ധിക്കത്തില്ല. ഇപ്പൊ ഹോൺ അടിക്കുന്നതൊക്കെ സർവ്വസാധാരണ സംഭവമല്ലേ? റോഡ് ഇറങ്ങിയ പിന്നെ ഹോണല്ലേ ഉള്ളൂ. ഹോൺത്തോ എന്നാ ബജ്ന എന്നാ അത് തന്നെ അങ്ങനെ എന്തോ പറയുന്നു. ഹോൺ ഉണ്ടല്ലോ, പിന്നെ അടിക്കരുതൊന്നും. ഇതുവല്ല പൈസ കൊടുത്ത് മേടിക്കുന്ന സാധനം ഓരോ ഹോൺ ഇത്ര രൂപയാകും എന്ന് വല്ലതും ഉണ്ടാകുന്ന ഒറ്റ എടുത്ത് അടിക്കത്തില്ല. പ്രത്യേകിച്ച് ഒരുത്ത വണ്ടി ഇടിച്ച് അത്താ പോലും ഹോൺ അടിക്കാൻ വേണമെങ്കിൽ അത്രയും പൈസ ലാഭിക്കും. ഇതല്ലല്ലോ, ഫ്രീ അല്ലേ, അതുകൊണ്ട് ചെയ്യുന്ന. അപ്പൊ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. ഇത്രയും കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ആളുകൾ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ നാട് നന്നാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ റോഡിൽ തന്നെ ഉണ്ടാക്കുന്ന ഈ സ്ട്രെസ് കാരണം അയാൾ ഒരു മാനസിക സമ്മർദ്ദത്തിൽ ആയിക്കൊണ്ടേയിരിക്കുന്നു എന്ന് തിരിച്ചറിയാതെ ഡെയിലി റോഡിൽ പോകുന്നവർ, അവർ വീട്ടിൽ വരുമ്പോൾ അവരുടെ മക്കളോടും ഭാര്യയോടും ഒക്കെ ഇടപെടുന്ന രീതി മാറും. അവർ ചിലപ്പോൾ മദ്യപിച്ചാൽ അവരെങ്ങനെയായിരിക്കും മദ്യപിക്കുന്നത്, ഇനിയിപ്പോൾ അഞ്ചോ അടിച്ചാൽ പോലും അടിക്കാൻ അവർക്ക് എന്താ ഉണ്ടാകുന്നത്? ഈ മാനസിക സമ്മർദ്ദം ഉള്ളത് നമ്മൾ അറിയുന്ന പോലും ഇല്ലെന്നുള്ള പലതും. ഇതൊന്നും ഇല്ലാത്തൊരു നാട്ടിൽ സുഖമായിട്ടൊക്കെ മനുഷ്യർ ജീവിക്കുന്നത് കണ്ടിട്ടുമില്ല. അതെങ്ങാനും കണ്ടാലും അറിയത്തില്ലായിരിക്കും. കണ്ടാലും ഇവർക്ക് ഒരു ഫണ്ണില്ലാത്ത പോലെ തോന്നുമായിരിക്കും. ഈ ബഹളവും ആലമ്പും ഒക്കെ കാണിച്ച് നടന്നിട്ടേ. പിന്നെ ഇപ്പൊ നല്ല രീതിയിലൊരു ഇപ്പൊ സ്കോച്ച് മേടിച്ച് അടിച്ചു കഴിഞ്ഞാൽ പലർക്കും കിക്കാകത്തില്ല. ജവാൻ അടിച്ചാലേ കിക്കാകത്തുള്ളൂ. അല്ല റം അടിക്കണം, അല്ലെങ്കിൽ അതുപോലത്തെ മാട്ട സാധനം വല്ല അടിച്ചാൽ ഒരു സുഖമുള്ളതെന്നാണ് പറയുന്നത്. കാരണം എന്താ, അതുപോലെ ആ ബോഡി ഇതിനൊക്കെ ടോളറൻസ് ഒക്കെ കൂടി, റെസിസ്റ്റൻസ് ഒക്കെ കൂടി, ഇവനതൊന്നും കിട്ടിയാൽ ഒക്കത്തില്ല. അത് അടിച്ചാൽ ആ കിക്ക് പിടിക്കാനും അറിയത്തില്ല. ഈ ഓരോ സാധനം അടിക്കുമ്പോഴും കിക്ക് പിടിക്കും, മനസ്സിലായി? ഇപ്പൊ ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അറിയണം ഒരു 3 എണ്ണത്തിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവറാണെന്നും തകർന്നടിഞ്ഞ് പോകുമെന്നും സ്വഭാവം മാറുമെന്നും അതും അറിയത്തില്ല. കള്ളു പിടിക്കാൻ അറിയത്തില്ല, കഞ്ചാവ് അടിക്കാൻ അറിയത്തില്ല, സിഗരറ്റ് വലിക്കേണ്ട അറിയത്തില്ല. സിഗരറ്റൊക്കെ തോപ്പ വലിക്കില്ല. എന്തിനാന്ന് പോലും അറിയാം. ഇതിനൊക്കെ ഒരു ബ്രേക്ക് കൊടുക്കാവുന്ന സാധനമേ ഉള്ളൂ. വല്ലപ്പോഴൊക്കെ വലിക്കുന്നതുകൊണ്ടും വലിയ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ അത്രേ ഉള്ളൂ. അതായത് ഇത് തന്നെ അങ്ങ് പിടിക്കുക കയറി. ഇതെന്തോ ഇത് ജീവിതത്തിൽ ഇത്ര പ്രാധാന്യമോ സിഗരറ്റിനും കള്ളിനും ഒക്കെ? അതെങ്ങനെ ഉണ്ടായി? അങ്ങനെ ഉണ്ടാകത്തില്ല. അത് ഉണ്ടാകുന്നതിന് കാരണം
ഈ പറഞ്ഞ പോലെ പിള്ളേരൊക്കെ ആണെങ്കിൽ അവർ വീട്ടിലൊക്കെ ഉള്ള തന്തയും തള്ളയും കൂടെ ഉണ്ടാക്കിയെടുത്തൊരു പരിപാടി. അവർ എല്ലാ ദിവസം രാവിലെ സിഗരറ്റ് കത്തിച്ച് കൈ കൊടുത്തു എന്നല്ല, ആ ഒരു വീട്ടിൽ ജനിച്ച് വളരുന്നതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ച പലരുമാണ് ഈ ആവശ്യമില്ല മയക്കുമരുന്നിനൊക്കെ അടിമയായി പോകുന്നത്. പിന്നെ ചിലര് എങ്ങനെയോ രക്ഷപ്പെടും. ആരുടെ സഹായം ഉണ്ടായിട്ടല്ല അവരാരും രക്ഷപ്പെട്ടത്, അവരെന്തോ ഭാഗ്യമുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്റെയൊക്കെ കാര്യം അങ്ങനെ, ഞാനിതെല്ലാം കൈവച്ചിട്ടുണ്ട്, എല്ലായിടത്തും പോയി എന്തൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല, ഒരു ബോധവും ഇല്ലാന്ന്, എങ്ങനെയോ ഇങ്ങനെ നശിച്ചു പോയതാ. പിന്നെ ഈ പരിപാടിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ചെറിയ പ്രശ്നമാണല്ലോ, ഇത് ഇങ്ങനെയല്ലല്ലോ ഉപയോഗിക്കണ്ടേ. വണ്ടി എടുത്തങ്ങ് പറക്കം ഇവിടെ കിടന്നങ്ങ് പായേണ്ട ആവശ്യമില്ലല്ലോ. അതെനിക്കും ചുറ്റുപാടുള്ളവർക്ക് എല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് ആദ്യം. അതാണ് ഞാൻ ഈ പറഞ്ഞ പരിപാടിയൊക്കെ വളരെ ഒതുക്കി. എന്താണെന്നറിയത്തില്ല, എങ്ങനെയോ സംഭവിച്ചു, വളരെ സന്തോഷം. അറിയാതെ പറ്റിയതാ. ആരും ഞാനിങ്ങനെ പഠിച്ച് ഇതിനെപ്പറ്റിയൊക്കെ വലിയ പ്രബന്ധമൊക്കെ എഴുതി 10 തലയും കൊണ്ട് വന്നിട്ട് പഠിച്ച് ഉണ്ടാക്കിയെടുത്തൊന്നുമല്ല. ഇതിന് ചെറിയൊരു ബുദ്ധിയൊക്കെ മതി, വലിയ ബുദ്ധിമാനൊന്നുമല്ല, കൊച്ചു കാര്യമാണ്. ഇതിനൊക്കെ വലിയ പഠിക്കാൻ കഴിയുമോ, എല്ലാ തലവും കുത്തി നിൽക്കുവോ, ഭയങ്കര സ്പീഡിൽ ഓടുവോ, അല്ലെങ്കിൽ എല്ലാവരെയും തോപ്പിക്കുവോ ഒന്നും വേണ്ട. ഇതൊക്കെ പഠിക്കാൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അത് മാത്രം ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഉള്ളവർക്ക് അത് മാത്രം പറ്റത്തില്ല. അതിന് നാട് നീളെ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുക. ഇത് നാട് നീളെ നടത്തുന്ന ക്യാമ്പയിൻ ഇതല്ല. നാട് നീളെ പഠിപ്പിക്കേണ്ട വിഷയം ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന സാധനം ആരോഗ്യ സുരക്ഷാ വകുപ്പ് കാര്യമായിട്ട് എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിന് വേണ്ടുന്ന പ്രൊഫഷണൽസിനെ ഇവിടെ ഗവൺമെന്റ് നമുക്ക് വേണ്ടിയിട്ട് സർവീസിന് നിയോഗിക്കേണ്ടതായിട്ടുണ്ട്. സ്ഥാപനങ്ങൾ വേണം. പിന്നെ സ്കൂളിൽ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ കുട്ടികളുടെ ഐഡന്റിഫൈ ചെയ്യണം. അതിനനുസരിച്ചിട്ട് കുട്ടികളെ വേർതിരിച്ച് ചികിത്സിക്കേണ്ടവരെ ചികിത്സിച്ച്, സപ്പോർട്ട് ചെയ്യേണ്ടവരെ സപ്പോർട്ട് ചെയ്ത്, കെയർ ചെയ്യേണ്ടവരെ കെയർ ചെയ്ത് തന്നെ വേണം. അല്ലാതെ ഇത് ശരിയാകത്തില്ല. അല്ലാതെ അവിടെ ഇവിടെ ഇരുന്ന് കതിരെ കൊണ്ട് വളം വെക്കുക എന്ന് പറയുന്ന പരിപാടി കൊണ്ടൊന്നും ഇത് നടക്കത്തില്ല. ഇത് മണ്ടടഞ്ഞു പോയി, ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. മാത്രമല്ല, ഡ്രഗ് അഡിക്ഷൻ ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് അറിയാത്ത പോലെയാണ് ഇവര് ഡ്രഗ്സിനെ ഡീൽ ചെയ്യുന്നത്. ഡ്രഗ് അഡിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം, അതിന് അതിൻ്റെതായ ഒരു സ്വഭാവം ഉണ്ടായിരിക്കണം, അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളായിക്കൊണ്ട് അയാളുടെ മാനസികാവസ്ഥ അങ്ങനെ ആയിരിക്കണം. അയാളുടെ മെന്റൽ ഇൽനെസ് ആണ് എന്ത് സാധനത്തിനും അഡിക്റ്റ് ആകുന്നത്. മെന്റലി കുഴപ്പമുള്ള ആൾക്കാർ ചിലപ്പോൾ വെള്ളം ഒരുപാട് കുടിച്ചെന്നൊക്കെ ഇരിക്കും, കാപ്പി തന്നെ കുടിച്ചുകൊണ്ടിരിക്കും, എന്നിട്ട് അവസാനം അൾസർ വരും, നിർത്താൻ പറ്റത്തില്ല. അവർ പറഞ്ഞാൽ എനിക്ക് നിർത്താൻ പറ്റത്തില്ല, അതാണ് അത് തന്നെ ഉള്ളൂ ഈ ഡ്രഗ്സിനോട് ആൾക്കാർ ചെയ്യുന്നത്. ചില അടിക്കണ്ടല്ലോ, അല്ലാതെ തന്നെ ഉണ്ടല്ലേ എന്തൊക്കെയാണ് അടിക്കുന്നത്. കഞ്ചാവും കള്ളം കുടിക്കുന്നതുകൊണ്ട് അല്ല ഇവിടെ പ്രശ്നം ഉണ്ടാകും. കഞ്ചാവും കള്ളം കുടിക്കേണ്ടാത്തവർ കുടിക്കുന്നുണ്ട് ഇവിടെ ഒത്തിരി പേര്, അത്രേ ഉള്ളൂ. എല്ലാം അടിക്കേണ്ട രീതിക്ക് അടിക്കാൻ അറിയാതായി പോകുന്നത് കൊണ്ടുണ്ടായ ചില പ്രശ്നങ്ങൾ. അമിതമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ അമിതമാകുന്നത് എത്രയാണ് അമിതം എന്നറിയത്തില്ല, എന്തോരം ഒരാൾക്ക് അടിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇനി അഥവാ അടിച്ചു പോയാൽ ഇനി അത് കണ്ടിന്യൂ ചെയ്യാതെ എവിടെ വെച്ച് കൺട്രോൾ ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ എല്ലാം പ്രശ്നമാണ് ഇവിടെ ഒന്നിനെ പറ്റി ഒരു ധാരണയില്ല. വരാൻ പോകുന്ന അസുഖങ്ങളെ പറ്റി അറിയത്തില്ല, അല്ലെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ എന്താണെന്ന് അറിയത്തില്ല, മനസ്സിലുണ്ടായ മാറ്റം അറിഞ്ഞില്ല, വളർന്നു വന്നപ്പോൾ പഠിച്ചത് പലതും തെറ്റാണത്, അതൊക്കെ അണ്ടേൺ ചെയ്യണം എന്നുള്ള കാര്യം അറിയത്തില്ല. പല വിഡ്ഢിത്തരങ്ങളും തലയ്ക്കകത്ത് ചുമന്ന് ഇപ്പോഴും മതവും ജാതിയും ഒക്കെ പറഞ്ഞ് നിറവും ഒക്കെ പറഞ്ഞിരിക്കുക. തടിയനാണോ വലിഞ്ഞാണോ എന്നൊക്കെ നോക്കി നടക്കുന്ന ഊളകളായി പോയല്ലോ എന്ന് ആലോചിച്ചിട്ട് പോലും അതിന് പോലും ഒരു വിഷമമില്ലാത്തവന്മാര്, അതുപോലും തിരിച്ചറിയാൻ ശേഷിയില്ലാത്തവര്, അതിനുള്ള അതുപോലെ ബോധം പോലും ഇല്ലാത്തവന്മാര് ആയിട്ട് ജീവിച്ചാല് ചിലപ്പോൾ സ്വന്തം കാര്യങ്ങളൊക്കെ തെറ്റിപ്പോയെന്നൊക്കെ ഇരിക്കും. പിന്നെ ആകെപ്പാടെ കുറച്ച് ഈ നശിച്ചൊരു രാജ്യത്താണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു. ഈ നശിച്ചൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നശിച്ച രാജ്യത്തെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലെങ്കിലും അലമുണ്ടാക്കാതിരിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. ഈ രാജ്യം നന്നാണെന്ന് പോകുന്നില്ല, ഏറ്റവും പല രാജ്യങ്ങളിൽ ഒന്നിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇത്രയും നശിച്ചൊരു രാജ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര നശിച്ച രാജ്യമാണ്. പാട്ടണിയും ദാരിദ്ര്യവും അനീതി അക്രമവും പീഡനവും ബലാത്സംഗവും പിടിച്ചുപറിയും തമ്മിത്തല്ലും കുത്തിത്തിരിപ്പും കുശുമ്പും ആരോഗ്യമില്ലായ്മയും പൊല്യൂഷനും, കുടിക്കുന്ന വെള്ളം കൊള്ളത്തില്ല, ശ്വസിക്കുന്ന വായു കൊള്ളത്തില്ല, കഴിക്കുന്ന ആഹാരം കൊള്ളത്തില്ല, പഠിക്കുന്നത് കൊള്ളത്തില്ല, കേൾക്കുന്നത് കൊള്ളത്തില്ല. ചെവിക്കകത്ത് ഞാൻ ഫോൺ അടിച്ചുണ്ടാക്കുന്ന ഈ പൊല്യൂഷനെ പറ്റി ആരും ചിന്തിക്കുന്നില്ല. എന്തെങ്കിലും ക്വാളിറ്റി ഉള്ള എന്തെങ്കിലും സാധനം ഈ നാട്ടിൽ നിങ്ങൾക്ക് കിട്ടുമോ? ഒരു സാധാരണക്കാരന് വലിയ പൈസക്കാരന് കിട്ടുമായിരിക്കും, പക്ഷേ അല്ലാത്തവരെല്ലാം കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും എന്നും അന്നത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് എന്റെ ഒരു വയറ് കുറയ്ക്കാനാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുള്ള ഒരു നശിച്ച രാജ്യം. ഈ നശിച്ച രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന കാര്യം പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ കൊച്ചുങ്ങളെ ഉണ്ടാക്കാതിരിക്കാൻ പറ്റിയാൽ ഉണ്ടാക്കാതിരിക്കുക, എവിടെയും കിടന്ന് വീണ് പുഴുത്തിയാവുമായിരിക്കും. എന്നാലും അവരെ ഈ നാട്ടിൽ ജനിപ്പിക്കരുത്. അത്രയും നശിച്ച രാജ്യത്തൊക്കെ പിള്ളേരുണ്ടാക്കിയിടുന്നത് ഭയങ്കര ദ്രോഹമായിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് നിന്നില്ല. ഞാൻ എവിടെയെങ്കിലും ചിലപ്പോൾ എവിടെ കിടന്ന് ചാവുമെന്നൊന്നും എനിക്കറിയത്തില്ല, വളരെ ദാരുണമായ അന്ത്യമായിരിക്കും. ആൻഡ് വിൽ ബി വേഴ്സ്. അപ്പോൾ എന്തും ആയിക്കോട്ടെ, അതിന് വേറൊരാളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല. പിന്നെ ആർക്കെങ്കിലും അങ്ങനെ വല്ലാത്ത കുത്തിക്കഴപ്പുണ്ടെങ്കിൽ ഒരു കൊച്ചിനൊക്കെ ഉണ്ടാക്കുക, എന്നിട്ട് നോക്ക്, ഈ നാട് നന്നാവും. വീണ്ടും നാട് നന്നാക്കാൻ ഏറ്റവും എളുപ്പം മാർഗം എന്ന് പറയുന്നത് കുട്ടികളെ ഒന്നാക്കിയാൽ മാത്രം മതി, ഈ രാജ്യവും നന്നാവും. പിന്നെ അതൊന്നുമില്ല, നിനക്കൊരു സമാധാനങ്ങൾ കാണും. 2 പിള്ളേരും പൊക്കിയെടുത്ത് ഈ നശിച്ച രാജ്യത്തൂടെ, ഈ നശിച്ച റോഡിൽ കൂടെ, ഈ നശിച്ച ശ്വാസം ശ്വസിച്ച്, അതിനില്ലാത്ത അസുഖങ്ങൾക്ക് മരുന്ന് കഴിച്ച്, ഈ പന്ന ആഹാരം മേടിക്കാൻ വേണ്ടി ഭയങ്കരമായി കഷ്ടപ്പെട്ട് ഈ നശിച്ച രാജ്യത്തൂടെ നശിച്ച മഴയും നശിച്ച വെയിലും കൊണ്ട്, ഇവിടുത്തെ വെയിലും മഴയും വരെ നശിച്ചതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നശിച്ച മരങ്ങളും നശിച്ച ചെടികളും എല്ലാം അങ്ങനെ നശിച്ചതാ. അയ്യോ, ഇവിടുത്തെ മഴവും ചെടിയും എല്ലാം നശിച്ചത്. ഇവിടുത്തെ ചൂടും തണുപ്പും വരെ നശിച്ച ചൂടാന്നേ. നിങ്ങൾ ആലോചിക്കും, നശിച്ച ചൂടും നശിച്ച മഴയും നശിച്ച തണുപ്പും ഉണ്ട് ഇവിടെ. അത്രയ്ക്ക് നശിച്ചൊരു രാജ്യം, ഇത്രയും നശിച്ച രാജ്യം വേറെ ഞാൻ കണ്ടിട്ടില്ല. ഉണ്ട്, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ് ഒക്കെ കാണും. പക്ഷെ എന്നാലും
നമ്മുടെ ഒരു ജീവിത രീതി വെച്ചിട്ട് അത്രയും നശിച്ചായിട്ട് നമുക്ക് തോന്നുന്നില്ല. നമ്മളൊരു ലോകത്തിന്റെ ഏത് മൂലയ്ക്ക് പോയാലും പൊളിയാന്ന് പറഞ്ഞ് നടക്കുക. അതിലും നശിച്ചവന്മാർ വേറെ ഇല്ല. മറ്റവർക്ക് അത്രയും നാശമില്ല. ശരിക്കും ശരിയാ, അതാണ് ഏറ്റവും വലിയ നാശം. നാശത്തിൽ നിന്ന് വന്നിട്ട് നാശം എന്താണെന്ന് തിരിച്ചറിയാതെ നാശത്തെ വലിയ സംഭവമാക്കി കണ്ടിട്ട് അതിൽ ഊറ്റം കൊണ്ട് അഭിമാനിച്ച് അതെന്തോ ഭയങ്കര സംഭവമാണെന്ന് ജീവിക്കുന്നതിന് നാശം വേറെ ഇല്ല. അയ്യോ, ഇവിടുന്ന് പോകുന്നവന്മാർ കാണിക്കുന്ന പോഴത്തരങ്ങൾ കാണും. എന്തിനാ ഇവിടുന്ന് പോയത്? ഈ നശിച്ചെടുത്തങ്ങ് ഈ ഉന്നത അല്ലെങ്കിൽ മറ്റേ മുന്തിയ രാജ്യത്തങ്ങ് നിന്നാ പോരാ. എല്ലാം തികഞ്ഞവന്മാർ എന്തിനാ മറ്റു രാജ്യത്ത് ജോലിക്ക് പോകുന്നത്? അത് മനസ്സിലായില്ല. പക്ഷെ അവിടെ ചെന്ന് ഇവിടെ ആണ്ട് മുഴുത്ത അവിടെ ഉണ്ടാക്കാൻ ചെല്ലും, അവരെ പഠിപ്പിക്കാൻ. എന്നാ ശരിയെന്ന്.